വിള്ളലായാലും ക്രാക്കായാലും ഇവരെന്ത് പേരിട്ട് വിളിച്ചാലും മേൽക്കൂര ചോർന്ന് മഴവെള്ളം താഴോട്ട് കിനിഞ്ഞിറങ്ങി. അത് സത്യമാണല്ലോ. ഇനിയും ഇവർ ഊരാളുങ്കലിനെ വെളുപ്പിക്കാൻ വേണ്ടി തള്ളൽ തുടർന്നാൽ ഈ വിള്ളലിൻ്റെ വീതി കൂടും, പെരുമഴയാ വരുന്ന വെള്ളം വീണുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനം ഉണ്ടാക്കണം. അത് ഊരാളുങ്കലിൻ്റെ ചുമതലയാണ്. അത് നടത്തിപ്പിനുള്ള പണിയാണ് മന്ത്രിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഊരാളുങ്കലിന് വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് മാർക്കറിൻ്റെ പാട് മാച്ചു എന്ന് പറഞ്ഞ് ആ നുണയും മായ്ച്ചു കളഞ്ഞു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി വിട്ടേക്കുന്ന ആളല്ല മന്ത്രി. അദ്ദേഹത്തിൻ്റെ പണി അതല്ല എന്ന് തിരിച്ചറിയണം. നമുക്ക് പനിയുണ്ട്, പനി വന്നാൽ ചൂടുണ്ടെന്ന് പറയാനായിട്ട് നമ്മൾ ഡോക്ടർ ആവേണ്ട കാര്യമില്ല. അത് ഏത് തരം പനിയാണ് എന്ന് പറയാൻ ഒരു ഡോക്ടറുടെ സബ്ജക്ട് എക്സ്പെർട്ടും വേണം. അതുപോലെ തന്നെയാണ് ആ മേൽക്കൂരയിൽ വിള്ളലുണ്ട്, വെള്ളം കിഴിഞ്ഞിറങ്ങുന്നു എന്ന് പറയാൻ സാമാന്യ ബോധം നഷ്ടപ്പെടാത്ത സകല മനുഷ്യർക്കും പറ്റും. അത് എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെയാണ് അത് വന്നത് എന്ന് പറയാൻ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് വേണം. എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളായിരിക്കണം, എക്സ്പെർട്ട് ആയിരിക്കണം. അത് മന്ത്രി അല്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം. അത് സുരേഷ് കുമാറിന് മനസ്സിലാകാത്തത് എൻ്റെയും തങ്ങളുടെയും രാഷ്ട്രീയ ബോധ്യം വ്യത്യസ്തമായതുകൊണ്ടാണ്. ഇനി ഒന്നാമത്തെ കാര്യം, ടൗൺഷിപ്പിൽ നിങ്ങൾ താക്കോൽ കൈമാറിയ 178 വീടുകളുടെ പണി പൂർത്തിയായോ? പൂർത്തിയായിട്ടില്ല. ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്നെ പറഞ്ഞത് ഇപ്പോഴും പൂർത്തിയാകാത്ത വീട്, കൈമാറ്റം ചെയ്യാത്ത വീടിനെ കുറിച്ച് എന്തിനാ ആക്ഷേപം എന്നാ. അപ്പൊ പിന്നെ നിങ്ങൾ അന്ന് എന്തിനാ താക്കോൽ കൊടുത്തേ? എല്ലാവരുടെയും കസ്റ്റഡിയിലിരിക്കുന്ന വീടിന്റെ താക്കോൽ ഈ പാവങ്ങൾക്ക് കൊടുത്ത് പറ്റിച്ചെന്തിനോ? വിഷുവിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭൂകമ്പത്തെ അതിജീവിക്കുമെന്നാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത്. മഴവെള്ളത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ചോദിക്കണ്ടേ, ഇനി സർക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആരാ സർക്കാർ? സുരേഷ് കുമാറെ, നമ്മൾ നാട്ടുകാരെല്ലാരും കൂടി കൊടുത്തിരിക്കുന്നത് 774 കോടി രൂപയുടെ നോട്ടക്കാരൻ. അതനുസരിച്ചിട്ട് ഈ പാവപ്പെട്ടവർക്ക് 410 വീട് വെച്ചു കൊടുക്കാനുള്ള ഇതിന്റെ നോട്ടക്കാരൻ മാത്രമാണ് സർക്കാർ. അല്ലാതെ സർക്കാർ എന്ന് പറഞ്ഞാൽ AKG സെന്ററിൽ ബക്കറ്റ് വീട് കിട്ടുന്നതിന്റെ വീതം വെച്ച് പാവങ്ങൾക്ക് സംഭാവന കൊടുക്കുന്ന പരിപാടി ഒന്നുമല്ല. ഇത് നാട്ടുകാരുടെ സംഭാവനയാ, സോഷ്യൽ ക്യാപിറ്റൽ. അതിന്റെ അർത്ഥം ഒന്ന് പഠിക്കുന്നത് നല്ലതാ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി